ഹലോ, ഇത് നല്ലൊരു അറബിക് സ്വീറ്റ് റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് മൈദയും 1/4 കപ്പ് റവയുമാണ് എടുത്തിട്ടുള്ളത്. ഇതാ 1 ടീസ്പൂണ് പാൽപ്പൊടിയും 1 പിഞ്ച് ഉപ്പും എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. ഇനിത് ഞാൻ 1/2 ടീസ്പൂണ് ഗീയാണ് എടുത്തിട്ടുള്ളത്. ഗീയോ ബട്ടറോ എന്ത് വേണ്ടെങ്കിലും ചേർക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. ഇത് മിക്സ് ആക്കിയിട്ട് വരുമ്പോൾ ഒരു വെറ്റ് സാൻഡിൻ്റെ ഒരു ടെക്സ്ചറിലാവേണ്ട. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ട് ഇതിലേക്കൊരു 1 ടീസ്പൂണ് ഷുഗറും 1/4 ടീസ്പൂണ് ഈസ്റ്റും പിന്നെ ഇതാ ഞാൻ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുള്ള അതിൽ ഇത്ര ബാലൻസ് ഉണ്ട്. ഇതിങ്ങനെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഒരു 20 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇത് ഇതിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ പോർഷൻസ് എടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കിയിട്ടെടുക്കുക. നമ്മളെ ഉന്നക്കായലാക്കുന്നില്ലേ, അതുപോലെ ചെറിയ ഷേപ്പിലാക്കി എടുക്കാം. ശരിക്കും ഇതിനെ ഷേപ്പ് ചെയ്യുന്ന ഒരു ഗ്രില്ലെല്ലാം ഉണ്ട്. അതിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് റോൾ ചെയ്തെടുക്കുമ്പോൾ ഒരു ഷേപ്പിൽ വരും. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഗ്രിപ്പുള്ള കത്തി കൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. ഇത് നല്ലോണം കവർ ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം. നല്ലോണം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണ് ലെമൺ ജ്യൂസും 1/2 ടീസ്പൂണ് വാനിലയും കൂടി ചേർത്തിട്ട് ഈ സിറപ്പോടെ മാറ്റി വെക്കാം തണിയാൻ വേണ്ടിയിട്ട്. ഇനിതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഡോ നല്ല ചൂടായ ഓയിലിട്ടിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ചെയ്യുക, അപ്പോൾ ഉള്ളൊന്നും കുക്കായിട്ട് വരില്ല. ചെറിയ തീയിലിട്ടിട്ട് നല്ലോണം പൊരിച്ചെടുക്കാം. ഇനിതാ ഇതെല്ലാം ഷുഗർ സിറപ്പിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അവിടെ അടച്ച് വെക്കാം. ഇത് ശരിക്കും ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ കഴിക്കണം. ആ ഷുഗർ സിറപ്പിൽ കിടന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് വരും. പക്ഷേ എങ്കിൽ സോഗി ആവില്ല, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ.